നമ്മളിവിടെ വന്നിട്ട് 2 പകൽ 2 രാത്രി, പക്ഷേ ഒന്നും കണ്ടെത്താനായില്ല. ശിവൻ പറഞ്ഞതിൽ 3 ഇടങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞു. ഇനി ഒരേ ഒരിടം, ചാമ്പൽമേട്. അവിടെ കൂടെ നോക്കിയാൽ മടങ്ങാമല്ലേ? മിസ്റ്റർ അനിൽ, നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടേ മടങ്ങും. ഈ 2 ദിവസവും അയാളുടെ വാക്ക് വിശ്വസിച്ച് ഈ മല മുഴുവൻ ചുറ്റിയിട്ടും തനിക്ക് നല്ല ആത്മവിശ്വാസമാണല്ലേ? അയാൾ താങ്കരുന്ന ആളല്ല അനിൽ. അയാളുടെ ചിന്തകളോ വാക്കുകളോ ഇതുവരെ തെറ്റിയിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരിടത്തേക്കാണ്. പ്രദേശത്തിൽ അവിടെ ഇല്ലെങ്കിൽ മറ്റൊരിടത്തും കാണില്ല. പീറ്റർ, നിങ്ങളുടെ കോൺഫിഡൻസും ആത്മാർത്ഥതയും ഒക്കെ എന്തിനാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. പക്ഷേ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കാനേ ഞാൻ പറയുന്നുള്ളൂ. പാരീസിലേക്ക് പോകുന്നതിന് മുമ്പും എന്നോട് പറഞ്ഞതാണ്, കാളി തനിക്ക് പ്രിയപ്പെട്ടവളായതിനാൽ തന്നെ കൂടെ നിർത്തണം. താനൊന്ന് ക്ഷമിക്ക്. ചാമ്പൽമേട്ടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരാൾ വരും. ആര്? തെന്നാലി. ഇനി അങ്ങോട്ട് പോകണമാ സാർ? ഇപ്പം ഈ സമയം 6 മണിയാകുது. ഇനി അങ്ങോട്ട് പുലി ഇറങ്ങും. സാമ്പൽമേട്, നരിമടത, അങ്ക ഇങ്ക പ്രശ്നങ്ങൾ നിറയെ ഇരിക്കു സാർ. നമുക്കങ്ങോട്ട് പോണോ പീറ്റർ? പോണം. താൻ വഴി പറ വണ്ടി തെന്നാലി. അകത്തേക്ക് പോണോ പീറ്റർ? താനിങ്ങനെ പേടിക്കാതെടൂ, ഞാനില്ലേ കൂടെ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവിടെ കാണും പ്രദർശന. കിട്ടി, ഇതാവാനാണ് സാധ്യത. ഇതാണ് പ്രേതശിലയെന്ന് എന്താണ് ഉറപ്പ്? അങ്ങനെ ഉറപ്പുണ്ടെങ്കിലും ഇതെങ്ങനെ ഇവിടെ വന്നു? തൻ്റെ മുത്തച്ഛൻ്റെ കഥയിൽ പറഞ്ഞിട്ടില്ലേ ഒരു ലാടൻ മറുകണിനെ കുറിച്ച്? അയാളുടെ ചെറിയൊരു ചതി കിഴക്കൻ കാടുകൾക്കിപ്പുറം ഇതാ ഇവിടെ പ്രേതശിലയെ കൊണ്ടെത്തിച്ചു. അതെങ്ങനെ? താൻ അറിയേണ്ട കഥകൾ പിന്നാലെ വരുന്നേ ഉള്ളനിൽ.